എന്താണ് അവിടെ കൂടെ ചേട്ടന്നല്ലേ അതൊന്നും അറിയില്ലേ കുർബാന എങ്ങനെയുള്ള നമുക്ക് അറിയില്ല ഇത്ര കാലമായിട്ട് എന്ത് അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് കിട്ടി നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം ഒരു കൂട്ടം യുവാക്കള് അവരുടെ ജോലി സമയത്തെല്ലാം കളഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പള്ളികളിൽ ഒരു മാസത്തിനിടയ്ക്ക് ഒരു പിരിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോ അങ്ങനെ യുവാക്കൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ അച്ഛൻ ഇവരോട് എന്താണ് പറയാനുള്ളത്? കാരണം ഇപ്പോൾ യുവാക്കള് ഫോണില് അങ്ങനെ എല്ലാത്തിനും അഡിക്റ്റ് ആയിട്ട് നിൽക്കാണ്. അപ്പോ ഇങ്ങനെ ഒരു പണിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടെ എന്താണ് പറയാനുള്ളത് ഈ വീഡിയോ ആണ് ഇവരോടൊക്കെ? എല്ലാ രംഗങ്ങളിലും ആത്മാർത്ഥതയോടുകൂടെ പെരുമാറുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവരാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ പ്രവർത്തനം ത്തിന്റെ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയിക്കും. പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ആകാണ് ചെയ്യാറ്. പക്ഷെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമാവും. ഈ വീഡിയോ ആണ് നമ്മുടെ പ്രേക്ഷകരോട് അത് ഈ മക്കളുടെ നല്ല മാതൃക ഉൾക്കൊള്ളുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതിലേക്ക് ബീഫ് അങ്ങനെയൊക്കെ കാര്യങ്ങളും ഫണ്ട് തിരിച്ചിട്ടാണ് ഫണ്ട് ഉണ്ടാക്കണം. സഹായിക്കുന്നത് ബീഫ് ഒക്കെ എത്ര കിലോ ഉണ്ട്? എത്ര രൂപ സ്റ്റാർട്ടിങ്? അടുത്ത സംഘടന ഓണത്തിന് പായസം പള്ളിക്കുളം വൃത്തിയാക്കുക. പിന്നെ ഒക്ടോബർ 1 പള്ളിയില് എല്ലാവരും സഹകരണമുണ്ട്. ഇവിടെ നാളികേരം നമുക്ക് മെയിനായിട്ട് അതിന്റെ ആശയം കണ്ടാണ് ഒരു സപ്പോർട്ടാണ്. പരിപാടിക്ക് എല്ലാ ഓക്കെ. അപ്പൊ ഞാൻ കട്ടാ ബിസിയാണോ? മുമ്പ് ഇങ്ങനെ സംഭവം നമ്മള് എല്ലാ വീടുകളിലും അവര് ഫണ്ടിൽ സഹായിക്കും. പിന്നെ അപ്പൊ അവരുടെ ഫണ്ട് ശേഖരിക്കും. വേറെ താങ്ക് യു.
പാപേഷനാണ് ഈ നോമ്പുറയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ വിളിക്കുന്നത്. ഹായ്, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാപ്പി ഈസ്റ്റർ നമ്മുടെ ഈസ്റ്ററിന് മറ്റേ ഉയർപ്പിന്റെ ഒരു ദൃശ്യവിഷ്കാരം. ഓക്കെ, അപ്പൊ എല്ലാം നോട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ വിശേഷങ്ങളൊക്കെ ഇറങ്ങി ഇവന്മാരെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോ വീട്ടില് ഒരു ഉള്ളിയുടെ തോലുകളെ ചിലപ്പോ ചെയ്യാത്തവരാകാം. പക്ഷെ കേസിന്റെ ഭാഗമായിട്ട് ഇവർ വരുമ്പോ ഇവരുടെ ഒരു യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏതൊരു പണി ഏൽപ്പിച്ചാലും അത് വളരെയധികം റിസ്ക് എടുത്തിട്ടായാലും രാത്രിയായാലും പകലായാലും അത് വരാനുള്ള മനസ്സ് KCO എന്ന സംഘടനയുടെ ഭാഗമായിട്ട് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി എല്ലാ വർഷവും വലിയ വിജയമായി മാറുന്നത്. പൂമ്പുതുറ ഈ വർഷവും അവരുടെ പരിപാടി വലിയ വിജയമായി മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ.